ഈ സിനിമ ഇഷ്ടമില്ലാത്തവർ വെറും ചുരുക്കം മാത്രമായിരിക്കും. പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം CID മൂസയെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തും ഇപ്പോഴും വളരെ രസിച്ചു കാണുന്ന കുറച്ച് സിനിമകളിലെ ഒരു സിനിമയാണ് ജോണി ആന്റണി സംവിധാനം ചെയ്ത വന്ന ചിത്രം. ഇപ്പോൾ അദ്ദേഹം തന്നെ ഈ ചിത്രത്തിന് രണ്ടാം ഭാഗം വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ CID മൂസയെക്കുറിച്ചുള്ള കുറച്ച് പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് ആളുകളിലേക്കും കൂടെ എത്തും. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭൂലോകം വെല്ലാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ. എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്തെന്നാൽ, നിങ്ങൾ ദയവ് ചെയ്ത് മൂസയുടെ പാർട്ട് 1 പാർട്ട് 2 വരുമ്പോൾ അത് രണ്ടും താരതമ്യം ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യം ജോണി ആന്റണിക്ക് അടക്കം ഉള്ള ആളുകൾക്ക് ഇത് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ CID മൂസയുടെ രണ്ടാം ഭാഗം ഇത്രത്തോളം ലേറ്റായി മാറിയത്. ഇത് കോമഡിക്ക് പ്രാധാന്യം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് കോമഡികൾ വേണം. ഈ സന്ദർഭത്തിനൊത്തുള്ള കോമഡികൾ മാത്രം മതി. അല്ലാതെ ഈ സിനിമ ഫുള്ള് കോമഡി ആയി കഴിഞ്ഞാൽ പടം രണ്ടാം ഭാഗം തീരുമാനമാകും, ഉറപ്പാണ്. അതിനേക്കാൾ നല്ലത് സീരിയസ് മോഡിൽ ഭൂരിഭാഗം കൊണ്ടുപോയിട്ട് സന്ദർഭത്തിനൊത്തുള്ള കോമഡികൾ മാത്രമാണെങ്കിൽ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഗുണമുണ്ടാകും. അല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ രണ്ടാം ഭാഗവും കോമഡി മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ സിനിമ ഉറപ്പായും പരാജയപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ CID മൂസയിലുള്ള പലരും ഇന്ന് നമ്മോട് കൂടി ഇല്ല. അപ്പം അവരില്ലാത്തൊരു സാഹചര്യത്തിൽ രണ്ടാം ഭാഗവും കോമഡിക്ക് തന്നെ പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും CID മൂസേനെ അത് ബാധിക്കും, CID മൂസയുടെ പാർട്ട് 2നെ അത് ബാധിക്കും. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള സിനിമ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. മൂസ എന്ന് പറയുന്ന ബ്രാൻഡ് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ CID മൂസയുടെ ലെവലിൽ എത്തിയില്ല എന്ന് കൂട്ടിക്കോ, അത് ഇല്ല എന്ന് പറയുന്നത് കോമഡിയിലായിരിക്കും CID മൂസയുടെ ലെവലിൽ എത്താത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നല്ല രീതിക്ക് ഒരു അടിപൊളി സ്ക്രിപ്റ്റ് കൊണ്ടുവന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള രീതിയിൽ കേസവും അങ്ങനത്തെ രീതിയിൽ അന്വേഷിക്കാനൊക്കെ പോയാൽ മതി. അപ്പോൾ ഈ CID മൂസയുടെ ലെവൽ, അത് CID മൂസയുടെ പാർട്ട് 1ന്റെ ലെവലിൽ എത്തില്ല. കോമഡിയിൽ അത് എത്തില്ല എന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോമഡി നമ്മൾ പിടിക്കാൻ പാടില്ല എന്ന്, സീരിയസ് ആയിട്ട് പിടിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അതും നല്ല രീതിയിൽ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ബോക്സ് ഓഫീസ് ബ്ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ മൂസയുടെ എന്നൊക്കെ പറയുമ്പോൾ, CID മൂസയുടെ രണ്ടാം ഭാഗം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ മൂസേനെ കാണാനല്ല ആഗ്രഹിക്കുക, പുതിയ മൂസേനെ കാണാനാണ് ആഗ്രഹിക്കുക. പഴയ മൂസേനെ കാണണമെങ്കിൽ നമുക്ക് CID മൂസ 1 കണ്ടാൽ അത് തീർന്നല്ലോ. നമ്മൾ പുതിയ മൂസേനെ കാണാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എന്തായാലും ബൈ.